ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ഡയറീസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കോൾഡ് കോഫി റെസിപ്പിയുമായിട്ടാണ്. രണ്ട് വിധത്തിലാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇന്ന് കോൾഡ് കോഫി തയ്യാറാക്കുന്നത്. ഒന്ന് നമ്മുടെ നോർമൽ കോൾഡ് കോഫി റെസിപ്പിയും മറ്റൊന്ന് ചോക്ലേറ്റ് കോൾഡ് കോഫി റെസിപ്പിയുമാണ്. രണ്ടും നല്ല ടേസ്റ്റാണ് കുടിക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ നോർമൽ കോൾഡ് കോഫി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. ഞാനിവിടെ നെസ്കഫേയുടെ റെഡ് മാർക്ക് കോഫി പൗഡറാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതെല്ലാം 1 കപ്പ് കോൾഡ് കോഫിക്കുള്ള അളവാണ് ഞാൻ പറയുന്നത്. അതായത് 1 കപ്പ് പാൽ ഉപയോഗിച്ചിട്ടാണ് ഞാൻ നോർമൽ കോൾഡ് കോഫി ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഒരു മിക്സിയുടെ ബ്ലെൻഡർ എടുക്കുക. ഇതിലേക്ക് നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള കോഫി ഒഴിച്ചു കൊടുക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുകയാണ്. മധുരം ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഞാനിതിലേക്ക് 1 കപ്പ് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് കട്ടിയായി വന്നിട്ടുണ്ട്. ഫുൾ ഫാറ്റ് മിൽക്കാണ്. വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ ഇതിലേക്ക് ഏകദേശം 3 ഐസ് ക്യൂബ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. നന്നായിട്ട് പതഞ്ഞ് വരുന്നത് വരെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ എൻ്റെ കോൾഡ് കോഫിയുടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് പതയൊക്കെ വന്നിട്ടുണ്ട്. നല്ല ഫോമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഗ്ലാസ് ഞാൻ ചോക്ലേറ്റ് സിറപ്പ് ഉപയോഗിച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി 2 ഐസ് ക്യൂബ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ഭംഗി കൂട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് ഇനി കോൾഡ് കോഫി ഒഴിച്ച് കൊടുക്കുകയാണ്. നല്ല പതയൊക്കെ ഉണ്ട്. ഇതിന് മുകളിൽ ഞാൻ 1 സ്കൂപ്പ് ഐസ്ക്രീം കൂടെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് നെസ്കഫേയുടെ കോഫി പൗഡർ കൂടെ ഒന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിതെല്ലാം ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ചോക്ലേറ്റ് കോൾഡ് കോഫി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നോർമൽ കോൾഡ് കോഫിയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അതിനുവേണ്ടി ഞാനൊരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. നെസ്കഫേയുടെ കോഫി പൗഡർ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ 2 കപ്പ് ചോക്ലേറ്റ് കോൾഡ് കോഫിക്കുള്ള മെഷർമെൻറ്റാണ് പറയുന്നത്. അതായത് ഞാൻ 2 കപ്പ് പാലാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഏകദേശം 4 ടേബിൾ സ്പൂൺ ഇളം ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഒരു ബ്ലെൻഡർ എടുക്കുകയാണ്. ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള കോഫി ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1 കപ്പ് കോൾഡ് കോഫിക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എന്ന മെഷർമെൻറ്റിലാണ് ഞാൻ മധുരം ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് സിറപ്പ് അഥവാ ചോക്ലേറ്റ് സോസ് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ 2 കപ്പ് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത പാലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു 3 സ്കൂപ്പ് വാനില ഐസ്ക്രീം ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. നല്ല പതം ഉണ്ടായി വരുന്നത് വരെ ബ്ലെൻഡ് ചെയ്തെടുക്കുക.
അപ്പോൾ ചോക്ലേറ്റ് കോൾഡ് കോഫി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നന്നായിട്ട് പതഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഞാനിത് കോൾഡ് കോഫി ചെയ്ത പോലെ തന്നെയാണ് ഗ്ലാസ്സിൽ ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഐസ്ക്രീമും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ് ഭംഗി കൂട്ടുന്നത്. അപ്പോൾ ചോക്ലേറ്റ് കോൾഡ് കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. അസ്സലാമു അലൈക്കും.